അപ്പോൾ അടുത്ത പാരാമീറ്റർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഗെയിൻ ആണ്. ഓക്കെ, ഗെയിൻ എന്ന് പറയുന്നത് ഗെയിനും ഡയറക്റ്റിവിറ്റിയും റിലേറ്റഡ് ആണ്. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻറ്റിന പാരാമീറ്റേഴ്സിൽ ഗെയിൻ എന്ന് പറയുന്നത് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് എ ടെസ്റ്റ് ആൻറ്റിന ടു മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് എ റഫറൻസ് ആൻറ്റിനയാണ്. ഗെയിൻ എന്ന് പറയുന്നത് ഫോർ ദ സെയിം ഇൻപുട്ട് പവർ ഫോർ ബോത്ത് ആൻറ്റിനാസ്. ടെസ്റ്റ് ആൻറ്റിനയ്ക്കും റഫറൻസ് ആൻറ്റിനയ്ക്കും സെയിം ഇൻപുട്ട് പവർ ആയിരിക്കണം. വേറെ ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ടു ആവറേജ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. അവിടെ നമ്മൾ ആവറേജ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എടുക്കാറ് എന്താണ്, ഐസോട്രോപിക് ആൻറ്റിനയുടെ ആവറേജ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയാണ് എടുക്കാറ്. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. 4π × Umax ഡിവൈഡഡ് ബൈ P റേഡിയേറ്റ് PRAD എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗെയിനും ഡയറക്റ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഗെയിൻ കമ്പയേഴ്സ് ആൻ ആക്ച്വൽ ആൻറ്റിന വിത്ത് എനി പെർട്ടിക്കുലർ റഫറൻസ് ആൻറ്റിന. നമുക്ക് അവിടെ ആക്ച്വൽ ആൻറ്റിനയും അതല്ലെങ്കിൽ സബ്ജക്റ്റ് ഓർ ടെസ്റ്റ് ആൻറ്റിന വിത്ത് എനി റഫറൻസ് ആൻറ്റിന, ഏത് വേണമെങ്കിലും നമുക്ക് റഫറൻസ് ആൻറ്റിന ആയിട്ട് എടുക്കാം. വൈൽ ദ ഡയറക്റ്റിവിറ്റി കൺസേൺഡ് ഓൺലി വിത്ത് ഹൈപ്പോത്തറ്റിക്കൽ ഐസോട്രോപിക് ലോസ്ലെസ് ആൻറ്റിന. അവിടെ നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന, അവിടെ നമ്മൾ റഫറൻസ് ആൻറ്റിന ആയിട്ട് ഏത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഐസോട്രോപിക് ലോസ്ലെസ് ആൻറ്റിന മാത്രമേ ഉള്ളൂ നമ്മൾ എന്തായിട്ട് എടുക്കാറുള്ളത്, റഫറൻസ് ആൻറ്റിന ആയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, then gain of an antenna over an isotropic lossless antenna is given by, അടുത്തത് ഗെയിനും ഡയറക്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഗെയിൻ എന്ന് പറയുന്നത് G0 = alpha × D, where G0 എന്ന് പറയുന്നത് എന്താ, ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഐസോട്രോപിക് ആൻറ്റിന. ഗെയിൻ അവിടെ നമ്മൾ ഗെയിനിൻ്റെ കേസിൽ എടുക്കുന്നത്, അതായത് എടുക്കുന്ന റഫറൻസ് ആൻറ്റിന എന്താണ്, ഐസോട്രോപിക് ആൻറ്റിനയാണ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് എന്താ, ഡയറക്റ്റിവിറ്റിയാണ്. ആൽഫ എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് റേഷ്യോ ആണ്. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് >= 0 ആൻഡ് <= 1. ഓക്കെ, അപ്പോൾ ഇതാണ് ഗെയിനും ഡയറക്റ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവിടെ എടുക്കുന്ന റഫറൻസ് ആൻറ്റിന, ഗെയിൻ മെഷർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റഫറൻസ് ആൻറ്റിന ഈസ് ഐസോട്രോപിക് ആൻറ്റിന. ഓക്കെ, ദെൻ ആൽഫ എന്ന് പറയുന്ന എഫക്റ്റീവ്നെസ് റേഷ്യോ അത് പറഞ്ഞു. ദെൻ ആൽഫ എന്ന് പറയുന്നത് എന്താ, ഒരു കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് അക്കൗണ്ട്സ് ദ റേഡിയേഷൻ എഫിഷ്യൻസി ആൻഡ് എനി മിസ്മാച്ച്. ഓക്കെ, അതത്ര എഴുതിയാൽ മതി. ആൽഫ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ബാക്കി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി വേറെ 1-2 പോയിൻറ്റ്സ് പറയുന്നത്, ഇഫ് മാച്ചിങ് ഈസ് പ്രോപ്പർ ആൽഫ = K, ദാറ്റ് ഈസ് റേഡിയേഷൻ എഫിഷ്യൻസി ഓഫ് ആൻറ്റിന. ഇവിടെ K എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈറ്റ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്, റേഡിയേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഫോർ മെനി ഹൈ ഫ്രീക്വൻസി ആൻറ്റിന ലോസസ് ആർ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ, ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് 100% ആൻഡ് ഹെൻസ് ആൽഫ = K അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഈറ്റ ആണ്. ഈറ്റ = 1. ദസ് മെഷേർഡ് ഗെയിൻ ഈസ് വെരി ക്ലോസ് ടു ഡയറക്റ്റിവിറ്റി and the directivity is always greater than gain of an antenna. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മീൻസ് അത്രയും പോയിൻറ്റ്സ് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും വരെ എഴുതി വെക്കുക. ഗെയിനും ഡയറക്റ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് റിലേഷനും, ദെൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫയുടെ വാല്യൂ എത്ര. ഈ ലാസ്റ്റ് പറഞ്ഞ പോയിൻറ്റ്സ് എഴുതണമെന്നില്ല, ഈ പോയിൻറ്റ്സ് എഴുതണമെന്നില്ല. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഗെയിൻ മെഷർമെൻറ്റിൻ്റെ മെത്തേഡാണ് പറയുന്നത്. ഗെയിൻ ട്രാൻസ്ഫർ ഓർ ഗെയിൻ കമ്പാരിസൺ ഓർ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ്. അതാണ് നമ്മൾ ഗെയിൻ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര്. ഗെയിൻ ട്രാൻസ്ഫർ ഓർ ഗെയിൻ കമ്പാരിസൺ, ഗെയിൻ ട്രാൻസ്ഫർ ഓർ ഗെയിൻ കമ്പാരിസൺ ഓർ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ്. ഓക്കെ, ഇതാണ് മെത്തേഡ്. അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദ ഗെയിൻ മെഷർമെൻറ്റ് ഈസ് ഡൺ യൂസിങ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ്. നമ്മൾ യൂഷ്വലി ഹയർ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് മെത്തേഡ് മെഷർമെൻറ്റ് ഈസ് ഡൺ ബൈ കമ്പയറിംഗ് ദ സ്ട്രെങ്ത്സ് ഓഫ് ദ സിഗ്നൽസ് ട്രാൻസ്മിറ്റഡ് ഓർ റിസീവ്ഡ് ബൈ ദ AUT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതിൻ്റെയാണോ ഗെയിൻ അറിയേണ്ടത് അതാണ് ആൻറ്റിന അണ്ടർ ടെസ്റ്റ്, AUT ഉണ്ട്, അതിൻ്റെ ഗെയിനും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഗെയിൻ ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന അതിൻ്റെ ഗെയിനുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അതാണ് കമ്പാരിസൺ മെത്തേഡിൽ ചെയ്യുന്നത്.
ഇനി എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the antenna whose gain is accurately known and can be used for the gain measurement of the other antenna is called standard gain antenna. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റിന അണ്ടർ ടെസ്റ്റ്, അതായത് ഏത് ആൻറ്റിനയുടെയാണോ ഗെയിൻ കണ്ടുപിടിക്കേണ്ടത് അതും ഉണ്ടാവും, അതായത് അൺനോൺ ഗെയിൻ ആയിട്ടുള്ള ഒരു ആൻറ്റിന ഉണ്ടാവും, ദെൻ നമുക്ക് അക്യൂറേറ്റ് ആയിട്ട് ഗെയിൻ അറിയുന്ന ഒരു ആൻറ്റിന ഉണ്ടാവും, അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന എന്ന് പറയും. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗെയിൻ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അൺനോൺ ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി യൂഷ്വലി നമ്മൾ ഹയർ ഫ്രീക്വൻസീസിൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന എന്ന് പറയുന്നത് ഏതാണ്? ഹോൺ ആൻറ്റിനയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിനാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. വൺ ഓഫ് ദ ടൈപ്പ് ആൻറ്റിനയാണ് ഹോൺ ആൻറ്റിന. ഹയർ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആൻറ്റിനയാണ് ഹോൺ ആൻറ്റിന എന്ന് പറയുന്നത്. നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന എന്ന് പറയുന്നത് ഇൻ ഹയർ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ ഉള്ളത് ഏതാണ്? ഹോൺ ആൻറ്റിനയാണ്. ഓക്കെ, ഇനി അടുത്തത് ദ സെറ്റപ്പ് ഫോർ ഗെയിൻ മെഷർമെൻറ്റ് by the comparison method is shown in figure. അടുത്തത് ഫിഗർ പറയാം. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ പാറ്റേൺ മെഷർമെൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, പാറ്റേൺ മെഷർമെൻറ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്. ഇവിടെ ഒരു പ്രൈമറി ആൻറ്റിനയുണ്ട്, ഒരു സെക്കൻഡറി ആൻറ്റിനയുണ്ട്. ഓക്കെ, ഒരു പ്രൈമറി ആൻറ്റിനയുണ്ട്, സെക്കൻഡറി ആൻറ്റിനയുണ്ട്. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്. പ്രൈമറി ആൻറ്റിനയുണ്ട്, സെക്കൻഡറി ആൻറ്റിനയുണ്ട് വരുന്നത്. ദെൻ ഈ പ്രൈമറി ആൻറ്റിനയിൽ തന്നെ രണ്ട് ടൈപ്പ് ആൻറ്റിന ഉണ്ട്. ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ഉണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ഒരു സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള സെറ്റപ്പുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ദ മെത്തേഡ് യൂസസ് ടു ആൻറ്റിനാസ് ടേംഡ് ആസ് പ്രൈമറി ആൻറ്റിന ആൻഡ് സെക്കൻഡറി ആൻറ്റിന. ദ സെക്കൻഡറി ആൻറ്റിന ഈസ് ആർബിട്രറി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. നമ്മൾ പാറ്റേൺ മെഷർമെൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻ ആർബിട്രറി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആൻഡ് ദ നോളേജ് ഓഫ് ദ ഗെയിൻ ഓഫ് ദ സെക്കൻഡറി ആൻറ്റിന ഈസ് നോട്ട് നെസസറി. നമുക്ക് സെക്കൻഡറി ആൻറ്റിനയുടെ ഗെയിൻ നമുക്ക് അറിയണം എന്നില്ല. ഓക്കെ, അൺനോൺ ആയിട്ടുള്ള ഗെയിൻ ഉള്ള ഏതെങ്കിലും ഒരു ആർബിട്രറി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന നമുക്ക് സെക്കൻഡറി ആൻറ്റിന ആയിട്ട് യൂസ് ചെയ്യാം. പ്രൈമറി ആൻറ്റിന കൺസിസ്റ്റ് ഓഫ് ടു ഡിഫറെൻറ്റ് ആൻറ്റിനാസ് സെപ്പറേറ്റഡ് ത്രൂ എ സ്വിച്ച് SW. And the first primary antenna is the standard gain antenna and the subject antenna under test. Okay, അത് ആ ഫിഗറിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ പറ്റും ഒരു സ്വിച്ച്. SW അല്ല, എസ് എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കാണിച്ചിട്ട്. ഇതാ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രൈമറി ആൻറ്റിന അണ്ടർ ടെസ്റ്റ്. അതായത് പ്രൈമറി ആൻറ്റിനയുണ്ട്, അതായത് പ്രൈമറി ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ടൈപ്പ് ആൻറ്റിന ഉണ്ട്. ഒന്ന് ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമാണ് അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഗെയിൻ ഹോൺ ആൻറ്റിന യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഗെയിന് നമുക്കറിയാം. അത് വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം ദെൻ ആൻറ്റിന അണ്ടർ ടെസ്റ്റിൻ്റെ, അതായത് ട്രാൻസ്മിറ്റഡ് പവർ അല്ലെങ്കിൽ റിസീവ്ഡ് പവർ എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നു. അത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പിന്നെ പ്രൈമറി ആൻറ്റിന, സെക്കൻഡറി ആൻറ്റിന ഒക്കെ പറഞ്ഞു. ഇനി അടുത്തത് ഇതിനകത്ത് പറയാത്ത കുറച്ച് ടേംസ് വരുന്നുണ്ട്. ഇവിടെ നോക്കുക, ഒരു ഫിക്സഡ് അറ്റന്യൂവേറ്റർ ഉണ്ട്, റിസീവർ ഡിറ്റക്ടർ ഉണ്ട്, ഡിറ്റക്ടർ ആൻഡ് ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ ഇവിടെ ഒരു പവർ ബ്രിഡ്ജ് ഉണ്ട്. ദെൻ മറ്റത് മോഡുലേറ്റർ ആൻഡ് സിഗ്നൽ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡറി ആൻറ്റിന നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സിഗ്നൽ സോഴ്സ് വേണം. സിഗ്നൽ സോഴ്സ് അതിനോട് അനുബന്ധമായിട്ടുള്ള മോഡുലേറ്റർ. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ഫിക്സഡ് അറ്റന്യൂവേറ്റർ ആൻഡ് പവർ ബ്രിഡ്ജ്. ഈ ഫിക്സഡ് അറ്റന്യൂവേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ രണ്ട് പ്രൈമറി ആൻറ്റിന എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് ആൻറ്റിനാസ് ഉണ്ട് അല്ലേ. രണ്ട് ആൻറ്റിനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ ആൻറ്റിന അണ്ടർ ടെസ്റ്റ്, ദെൻ വേറെ ഒരെണ്ണം സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന. ഈ രണ്ട് ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ആൻറ്റിന എന്ത് ചെയ്യണം, പെർഫെക്റ്റ്ലി മാച്ച്ഡ് ലോഡായിരിക്കണം. ഓക്കെ, രണ്ടിൻ്റെയും ഇമ്പിഡൻസ് മാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിക്സഡ് അറ്റന്യൂവേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ പവർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ദ എക്സ്പെരിമെൻറ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഈ സെക്കൻഡറി ആൻറ്റിനയ്ക്ക് നമ്മൾ ഒരു പവർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആ ഇൻപുട്ട് എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ദ എക്സ്പെരിമെൻറ്റ് ഫിക്സഡ് ആയിട്ട് ഇരിക്കണം. അതായത് ഫ്രീക്വൻസി വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് അതല്ലെങ്കിൽ ഈ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ വാരി ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പവർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻറ്റ്സാണ് അടുത്ത് പറയുന്നത്. ഇതിനകത്ത് ആ 2 പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി, വലിയ സെൻറ്റൻസസ് ഒന്നും നിങ്ങൾ എഴുതി വെക്കണ്ട. അറ്റൻവേറ്റർ പാഡ് ഈസ് ഇൻസേർട്ടഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദ റിസീവർ എന്തിനാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇൻ ഓർഡർ ടു സ്റ്റാൻഡേർഡ് ആൻഡ് സബ്ജക്റ്റ് ആൻറ്റിന വർക്ക് ഇൻ എ മാച്ച്ഡ് ലോഡ്, ദാറ്റ് ഈസ് റിസീവർ ലുക്ക് ഇൻ ടു എ കോൺസ്റ്റൻറ്റ് മാച്ച്ഡ് ലോഡ്. അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ആസ് എ മാച്ച്ഡ് ലോഡ്. പ്രൈമറി ആൻറ്റിനയിലെ നമ്മുടെ ആൻറ്റിന അണ്ടർ ടെസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് സബ്ജക്റ്റ് ആൻറ്റിന മീൻസ് ആൻറ്റിന അണ്ടർ ടെസ്റ്റ്, ഈ 2 ആൻറ്റിനാസും ഷുഡ് ബി വർക്ക്ഡ് ആസ് എ മാച്ച്ഡ് ലോഡ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റൻവേറ്റർ പാഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം പറഞ്ഞത് പവർ ബ്രിഡ്ജ് ഓർ അതർ പവർ ലെവൽ ഇൻഡിക്കേറ്റിംഗ് ഡിവൈസ് ഈസ് യൂസ്ഡ് ആസ് എ ചെക്ക് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ചെക്ക് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റർ. എന്താണ് ഈ സ്റ്റെബിലിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റർ എന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുന്നേ പറയുന്നുണ്ട്. നിങ്ങൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം എഴുതുക. അപ്പോൾ ഈ 2 പോയിൻറ്റ്സും കൂടി അതിൻ്റെ കൂടെ എഴുതണം. ഓക്കെ, എന്താണ് ചെക്ക് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ സെക്കൻഡറി ആൻറ്റിന associated transmitter should be stable in respect of frequency. There should not be any variation in the frequency of radiated power in the direction of the primary antenna throughout the measurement. Okay, അതാണ് ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സും പവർ ബ്രിഡ്ജും അറ്റൻവേറ്ററും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം, ഈ 2 പോയിൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആൻറ്റിന ഈസ് കണക്റ്റഡ് ടു ദ റിസീവർ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ആൻറ്റിനയാണ് കണക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അക്യൂറേറ്റ് ആയിട്ട് അതിൻ്റെ ഗെയിൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്വിച്ച് എസ് ആൻഡ് ദ ആൻറ്റിന ഈസ് എയിംഡ് അറ്റ് സെക്കൻഡറി ആൻറ്റിന ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം സിഗ്നൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ആൻറ്റിന കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സെക്കൻഡറി ആൻറ്റിനയുടെ ഡയറക്ഷനിൽ നമുക്ക് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കിട്ടുന്ന രീതിയിൽ ഡയറക്ഷനിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദ ഇൻപുട്ട് ടു ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഏതവിടെ, നമ്മൾ സെക്കൻഡറി ആൻറ്റിനയാണ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന എന്ന് പറയുന്നത്. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയ്ക്കുള്ള ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. is adjusted to a convenient level and the corresponding reading at the receiver, that is primary antenna is recorded. അപ്പോൾ നമ്മൾ പ്രൈമറി ആൻറ്റിനയായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിനയാണ്. ആദ്യം പ്രൈമറി ആൻറ്റിനയുടെ സൈഡിൽ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ആൻറ്റിന കണക്ട് ചെയ്യുന്നു. ദെൻ മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കിട്ടുന്ന രീതിയിൽ സെക്കൻഡറി ആൻറ്റിനയെ എയിം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. ദെൻ നമ്മൾ സെക്കൻഡറി ആൻറ്റിനയ്ക്ക് പവർ കൊടുക്കുന്നു, ഇൻപുട്ട് പവർ കൊടുക്കുന്നു. ദെൻ എഗെയിൻ അപ്പോൾ സെക്കൻഡറി ആൻറ്റിന എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററാണ്, അതൊരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പ്രൈമറി ആൻറ്റിന എന്ന് പറയുന്നത് റിസീവറാണ്, ആ റിസീവറിൽ കിട്ടിയ പവർ എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദ അറ്റൻവേറ്റർ ഡയൽ സെറ്റിംഗ് ആൻഡ് ദ പവർ ബ്രിഡ്ജ് റീഡിംഗ് ആർ ഓൾസോ റെക്കോർഡഡ്. സേ ഇറ്റ് ഈസ് W1 ആൻഡ് P1 റെസ്പെക്റ്റീവ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റൻവേറ്റർ യൂസ് ചെയ്യുന്നതും ഒരു പവർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ W1 P1 എന്ന് പറഞ്ഞിട്ട് റെസ്പെക്റ്റീവ്ലി രണ്ടും എന്ത് ചെയ്തു, നോട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദെൻ നൗ കണക്ട് ദ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആൻറ്റിന യൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അടുത്ത് നമ്മൾ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ഏതിൻ്റെയാണോ ഗെയിൻ കണ്ടുപിടിക്കേണ്ടത് അതിനെ സബ്ജക്റ്റ് ആൻറ്റിനേനെ ഹൂസ് ഗെയിൻ ഈസ് ടു ബി മെഷേർഡ് ഇൻ പ്ലേസ് ഓഫ് സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന. ദ അറ്റൻവേറ്റർ ഡയൽ ഈസ് adjusted such that receiver indicates the same previous reading
as was with the standard gain antenna. Let the attenuator dial setting reading be W2 and the power bridge reading be P2. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിനേനെ മാറ്റി അവിടെ നമ്മൾ ഏത് ആൻറ്റിന അണ്ടർ ടെസ്റ്റ് എന്ത് ചെയ്യും, അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്കൻഡറി സെക്ഷൻ ഇനി ഒന്നും മാറ്റുന്നില്ല. പ്രൈമറി സെക്ഷനിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു അറ്റൻവേറ്റർ എന്തിനാണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, രണ്ടിൻ്റെ ലോഡ് മാച്ച് ചെയ്യണം എന്നാണ് അല്ലേ. അപ്പോൾ മാച്ച്ഡ് ലോഡാണെങ്കിൽ എന്ത് ചെയ്യും, രണ്ടിനും കിട്ടുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന പവർ സെയിം ആയിരിക്കും അല്ലേ. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അറ്റൻവേറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ കാണിക്കുന്ന റീഡിങ് എന്തായിരുന്നു സെയിം ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ, അതായത് സ്റ്റാൻഡേർഡ് ഗെയിൻ ആൻറ്റിന യൂസ് ചെയ്തപ്പോഴുള്ള അതേ റീഡിങ്ങിലോട്ട് എന്ത് ചെയ്യുന്നു, ഈ അറ്റൻവേറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള റീഡിങ്സ് അറ്റൻവേറ്റർ ഡയൽ സെറ്റിംഗ് എന്താണ്, W2 ആണ്. ആ സമയത്തുള്ള പവർ ബ്രിഡ്ജ് റീഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തായിട്ട് എടുക്കുന്നു, P2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റിസീവർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് നേരത്തെ പറയാൻ വിട്ടുപോയി. ഈ റിസീവർ ഡിറ്റക്ടറിലാണ് ഈ റിസീവ്ഡ് പവർ എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഗെയിൻ ആൻറ്റിന വെച്ചിട്ട് വെക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പവറിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത വാല്യൂ എന്തായിരിക്കണം, സെയിം ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിക്സഡ് അറ്റൻവേറ്ററിനെ എന്ത് ചെയ്യുന്നു, അറ്റൻവേറ്റർ ഡയലിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെയിം വാല്യൂ കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അറ്റൻവേറ്ററിലെ വാല്യൂ W1ഉം W2ഉം അതേ സമയത്തുള്ള പവർ ബ്രിഡ്ജിലെ വാല്യൂ P2ഉം എന്ത് ചെയ്യുന്നു, നമ്മൾ മെഷർ ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 കേസസ് വരുന്നുണ്ട്. നൗ 2 കേസസ് അറൈസസ്. 2 കേസസ് എന്ന് പറയുന്നത് എന്താ, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കേസ് 1 ആണ്. കേസ് 1 എന്ന് പറയുന്നത് എന്താ, കേസ് 1 എന്ന് പറയുന്നത് when P1 equal to P2, അതായത് P1 P2 എന്ന് പറയുന്നത് എന്താ, പവർ ബ്രിഡ്ജിലുള്ള റീഡിങ്സ് ആണ് അല്ലേ. P1ഉം P2ഉം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഇഫ് P1 equal to P2 then no correction need to be applied and gain of the subject antenna under measurement with respect to standard gain antenna is given by power gain is equal to W2 divided by W1. GP is equal to W2 divided by W1. അതായത് ബ്രിഡ്ജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റെബിലിറ്റി ഏത് ഫ്രീക്വൻസിയിൽ അപ്ലൈ ചെയ്യണം, ഫ്രീക്വൻസി വേരിയേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പവർ സെക്കൻഡറി ആൻറ്റിനയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പവർ അല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പവർ സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ P1 P2 എന്ന് പറഞ്ഞിട്ട് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ P1ഉം P2 ഈക്വൽ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പവേഴ്സ് സെയിം ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു കാലിബ്രേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗെയിൻ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. പവർ ഗെയിൻ ഈക്വൽ ടു W2 by W1 എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഓക്കെ, ഇനി അത് നമുക്ക് ഗെയിൻ ഇൻ dB ആണെങ്കിൽ ലോഗരിതമിക് സ്കെയിലിൽ നമുക്ക് 2 സൈഡിലും ലോഗരിതമിക് സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ log GP is equal to log W2 minus log W1 or GP in dB equal to W2 dB minus W1 dB. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് P1ഉം P2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്താ, when P1 not equal to P2, അതായത് നമ്മൾ പവർ ബ്രിഡ്ജിലുള്ള വാല്യൂസ് ഡിഫറെൻ്റ് ആണ്, P1ഉം P2 ഈക്വൽ അല്ല. പവർ ലെവൽ ചേഞ്ച്ഡ് ഡ്യൂറിങ് ദ മെഷർമെൻറ്റ് ആൻഡ് P1 നോട്ട് ഈക്വൽ ടു P2, ദെൻ ആക്ച്വൽ പവർ ഓഫ് ദ സബ്ജക്റ്റ് ആൻറ്റിന ക്യാൻ ബി obtained by multiplying GP with the ratio P1 by P2. That is P1 by P2 equal to P. 10 log P1 by P2 equal to P in dB. Then power gain G equal to GP into P1 by P2. That is GP എന്ന് പറയുന്നത് എന്താ, W2 by W1 into P1 by P2. That is P1 by P2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. P1 by P2 equal to P എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. That is G equal to power gain is equal to GP into P, where G equal to G or G in dB equal to GP in dB plus, അതായത് ലോഗരിതമിക് സ്കെയിൽ ആകുമ്പോൾ നമുക്കറിയാം ഡിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സബ്ട്രാക്ഷൻ ആണ്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ആണ്. അതായത് GP DP
GP ബ്രാക്കറ്റിൽ dB, GP in dB plus P in dB, or GdB equal to W2 dB minus W1 dB plus P dB, where P എന്ന് പറയുന്നത് എന്താ, റേഷ്യോ ഓഫ് P1 by P2, അതാണ് P എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ടേമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, P എന്ന് പറഞ്ഞൊരു ടേമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, where P equal to P1 by P2, അതാണ് ഡിഫറൻസ് വരുന്നത്. അതാണ് രണ്ട് കേസസ് വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് മെഷർമെൻറ്റ് ഓഫ് ആബ്സല്യൂട്ട് ഗെയിൻ ആണ്. Absolute gain of identical antennas. Identical antennas having a distance R is shown in figure. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് കാണിച്ചിട്ടുള്ളത്. രണ്ട് ഐഡൻറ്റിക്കൽ ആൻറ്റിനസ് ഉണ്ട്, രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് R ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ അതേ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് തന്നെയാണ്, പക്ഷേ ഇവിടെ പ്രൈമറി ആൻറ്റിന എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആൻറ്റിന മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻറ്റിന അണ്ടർ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. നേരത്തെ പോലെ ഒരു ഗെയിൻ ആൻറ്റിനയും നമ്മുടെ റെഫറൻസ് ആൻറ്റിന ഗെയിൻ ആൻറ്റിനയും ആൻറ്റിന അണ്ടർ ടെസ്റ്റ് അത് രണ്ടുമില്ല. ഇവിടെ ഒരൊറ്റ സിംഗിൾ ആൻറ്റിന മാത്രമേ ഉള്ളൂ. ആ രണ്ട് ആൻറ്റിനയും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, R ആണ്. ഇവിടെ കുറച്ച് ടേംസ് അസംഷൻസ് വരുന്നുണ്ട്. ലെറ്റ് WT എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്മിറ്റഡ് പവർ, WR എന്ന് പറയുന്നത് റിസീവ്ഡ് പവർ, AET and AER are the effective apertures of transmitting and receiving antenna, where AET equal to AER equal to, കാരണം രണ്ടും ഐഡൻറ്റിക്കൽ ആൻറ്റിനാസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു G0 ഇൻറ്റു ലാംഡ സ്ക്വയർ ബൈ 4π. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, ദെൻ ഫ്രം Freeze transmission equation, WR by WT equal to AER into AET divided by lambda square into R square. Okay, that is equal to AER എന്ന് പറയുന്നത് G0 lambda square by 4π into G0 lambda square by 4π into 1 by lambda square into R square. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുള്ളതാണ്. ഓക്കെ, വേറെ R is the distance between transmitting and receiving antenna. ഇപ്പോൾ ഇവിടെ ഫ്രീസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ ഇക്വേഷനാണ് ഫ്രീസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, WR by WT ഈക്വൽ ടു, ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്, ഈ ഒരു ലാംഡ സ്ക്വയറും ക്യാൻസൽ ചെയ്തു, ബാക്കി വരുന്നത് എന്താ, G0 ഇൻറ്റു G0 എന്ന് പറയുന്നത് G0 സ്ക്വയർ. ഓക്കെ, അപ്പോൾ G0, അതുപോലെ മുകളിലൊരു ന്യൂമറേറ്ററിൽ ലാംഡ സ്ക്വയർ ഉണ്ട്, അപ്പോൾ G0 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു 4π ഉണ്ട്, 4π ഉണ്ട്, അപ്പോൾ 4π സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു R സ്ക്വയർ ഉണ്ട്, അപ്പോൾ R ഹോൾ സ്ക്വയർ എഴുതാം. ഓക്കെ, WR by WT ഈക്വൽ ടു G0 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 4π R ഇൻറ്റു R ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഗെയിൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ G0, അബ്സലൂട്ട് ഗെയിൻ എന്ന് പറയുന്നത് G0. അപ്പോൾ G0യുടെ ടേം മാത്രം അവിടെ നിർത്തി, ബാക്കിയെല്ലാം LHS കൊണ്ടുപോവുക. അപ്പോൾ എങ്ങനെ വരും, G0 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, G0 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, G0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π R by lambda whole square into WR by WT. WR by WT. ഓക്കെ, ഇതിനകത്തുനിന്ന് G0 എന്ത് കിട്ടും, ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ G0 is equal to എന്ത് കിട്ടും, G0 equal to 4π R by lambda
4 pi r by lambda into square root of w r by w t. ഓക്കെ, ഇതാണ് അബ്സല്യൂട്ട് ഗെയിനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കമ്പാരിസൺ മെത്തേഡ് പറഞ്ഞല്ലേ, അതുപോലെ തന്നെയാണ് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും ഈ ഇക്വേഷൻസും പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയാണ് ഗെയിൻ മെഷർമെൻറ്റ് വരുന്നത്. അടുത്ത് വരുന്നത് ലാസ്റ്റ് പാരാമീറ്റർ മെഷർമെൻറ്റ് വരുന്നത് ഡയറക്റ്റിവിറ്റി മെഷർമെൻ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റിവിറ്റി മെഷർമെൻറ്റ്. ഡയറക്റ്റിവിറ്റി എന്താണെന്നുള്ള ഡെഫിനേഷനൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റിവിറ്റി ഓഫ് ആൻ ആൻറ്റിന ഡയറക്റ്റിവിറ്റി ഓഫ് ആൻ ആൻറ്റിന ഈസ് ഇറ്റ്സ് മാക്സിമം ഡയറക്റ്റീവ് ഗെയിൻ. ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. മാക്സിമം ഡയറക്റ്റീവ് ഗെയിൻ ഈസ് ഡയറക്റ്റിവിറ്റി എന്ന് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് യു മാക്സ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫീൽഡ് പാറ്റേൺ ഓഫ് ദ ആൻറ്റിന from the measured patterns and their beam width in both the principal planes D is obtained. അപ്പോൾ നമുക്ക് ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട്, അതായത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റിവിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പാറ്റേൺ മെഷർ ചെയ്യും. ആ പാറ്റേൺ വെച്ചിട്ട് പാറ്റേണിൽ നിന്ന് ബീം വിഡ്ത്ത് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി എന്ത് മെഷർ ചെയ്യുന്നത്, ഡയറക്റ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ മെഷർമെൻറ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺ മെഷർമെൻറ്റിൻ്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്ലെയിൻ പാറ്റേൺസ് നമ്മൾ മെഷർ ചെയ്യും. ഏതൊക്കെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്? ഇ പ്ലെയിനും എച്ച് പ്ലെയിനുമാണ്. അതിനകത്ത് ഇ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർ എ ലീനിയർലി പോളറൈസ്ഡ് ആൻറ്റിന ഇ പ്ലെയിൻ പാറ്റേൺ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാറ്റേൺ ഇൻ ദ പ്ലെയിൻ വിച്ച് കണ്ടെയ്ൻസ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ. അതായത് ഇ പ്ലെയിൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പാറ്റേൺ ഇൻ ദ പ്ലെയിൻ വിച്ച് കണ്ടെയ്ൻസ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ. ഓക്കെ, അതുപോലെ മാക്സിമം ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷനും ഇലക്ട്രിക് ഫീൽഡും കണ്ടെയ്ൻ ചെയ്യുന്ന ആ പ്ലെയിൻ, അതിലുള്ള പാറ്റേണിനാണ് പറയുന്നത് നമ്മളെന്ത് പറയുന്നത്? ഇ പ്ലെയിൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എച്ച് പ്ലെയിൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എ ലീനിയർലി പോളറൈസ്ഡ് ആൻറ്റിന ദ എച്ച് പ്ലെയിൻ പാറ്റേൺ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാറ്റേൺ ഇൻ ദ പ്ലെയിൻ. ഏത് പ്ലെയിനിലുള്ള പാറ്റേൺ ആണ്? വിച്ച് കണ്ടെയ്ൻസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ. മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷനും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിലുള്ള പാറ്റേൺ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എച്ച് പ്ലെയിൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻസ് ഉണ്ട്. നമ്മൾ ലീനിയർ പോളറൈസേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലീനിയർലി പോളറൈസ്ഡ് ആൻറ്റിനയിൽ എച്ച് പ്ലെയിൻ പാറ്റേൺ എന്ന് പറയുന്നത് ദ പാറ്റേൺ ഇൻ ദ പ്ലെയിൻ വിച്ച് കണ്ടെയ്ൻസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് direction of maximum radiation, where E plane pattern is the pattern in the plane which contains electric field and direction of maximum radiation. അതാണ് പ്രിൻസിപ്പൽ പാറ്റേൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്ലെയിൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മെഷർ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ബീം വിഡ്ത്ത് മെഷർ ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റിവിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് പറയുന്ന ആ പ്രൊസീജിയറാണ് പറയുന്നത്. പ്രൊസീജിയർ ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഡയറക്റ്റിവിറ്റി. ഒബ്റ്റെയിൻ E plane and H plane patterns of AUT as prescribed ഒന്നും വേണ്ട. നമ്മൾ E plane and H plane patterns of AUT. AUT means ആൻറ്റിന അണ്ടർ ടെസ്റ്റ്. അത് നമ്മളെങ്ങനെ മെഷർ ചെയ്യുന്നത്? നമ്മൾ പാറ്റേൺ മെഷർമെൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് E plane പാറ്റേണും H plane പാറ്റേണും കണ്ടുപിടിക്കുക. ദെൻ ഫൈൻഡ് ദ ഹാഫ് പവർ ബീം വിഡ്ത്ത്സ് ഫ്രം ദ പാറ്റേൺസ് ഓഫ് സ്റ്റെപ്പ് 1. ഹാഫ് പവർ ബീം വിഡ്ത്ത് കണ്ടുപിടിക്കണം. ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഒരു റേഡിയേഷൻ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് പവർ ബീം വിഡ്ത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ ആ പീക്കിൽ നിന്ന് 3D ഇപ്പോൾ പാറ്റേണിന് DBയിലുള്ള പ്ലോട്ടിംഗ് ആണെങ്കിൽ ഈ പീക്കിൽ നിന്ന് 3 dB താഴോട്ട് പ്ലോട്ട് ചെയ്യുക. അതല്ലെങ്കിൽ അതിൻ്റെ മാക്സിമത്തിൽ നിന്ന് അതിൻ്റെ പവർ എന്താണ് ഹാഫ് ആവുന്ന, ഇപ്പോൾ പവർ പാറ്റേൺ ആണെങ്കിൽ പവർ ഹാഫ് ആവുന്ന ആ 2 പോയിൻറ്റ്സ് എടുത്ത് അത് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ, അതാണ് നമ്മൾ ഹാഫ് പവർ പോയിൻറ്റ്സ് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ, അതാണ് എന്ത് പറയുന്നത്? നമ്മൾ ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹാഫ് പവർ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡയറക്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? D = 41253 ഡിവൈഡ് ബൈ
ബീം വിഡ്ത്ത് ഇൻ ഇ പ്ലെയിന്, അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് തീറ്റ എച്ച് പി, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെ 41253 ഡിവൈഡ് ബൈ തീറ്റ എച്ച് പി ഇൻറ്റു 5HP എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാഫ് പവർ പോയിൻറ്റ്സ് 5HP എന്ന് പറയുന്നത്, അതിനകത്ത് തീറ്റയും 5 തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ പ്ലെയിനും എച്ച് പ്ലെയിനും എന്ന് പറയുന്നത്. ഓക്കെ, അതേ ഇക്വേഷൻ തന്നെയാണ് അവിടെ കുറച്ചും കൂടിയും ഫോർമലായിട്ട് എഴുതിയെന്ന് മാത്രം. ബീം വിഡ്ത്ത് ഇൻ ഇ പ്ലെയിൻ ഇൻറ്റു ബീം വിഡ്ത്ത് ഇൻ എച്ച് പ്ലെയിൻ. എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. BWE എന്ന് പറയുന്നത് ഹാഫ് പവർ ബീം വിഡ്ത്ത് ഇൻ ദ ഇ പ്ലെയിൻ ഇൻ ഡിഗ്രി, ആൻഡ് BWH എന്ന് പറയുന്നത് ഹാഫ് പവർ ബീം വിഡ്ത്ത് ഇൻ എച്ച് പ്ലെയിൻ ഇൻ ഡിഗ്രി. രണ്ടും ഡിഗ്രിയിലുള്ളതാണ്. മറ്റേത് റേഡിയനിലാവുമ്പോൾ നമുക്ക് 4π ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ്. 4π ഡിവൈഡഡ് ബൈ തീറ്റ എച്ച് പി ഇൻറ്റു 5HP. അതാണ് ഇക്വേഷൻ, തീറ്റ എച്ച് പി ഇൻറ്റു 5HP. ഓക്കെ, ഇനി അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡയറക്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ദിസ് മെത്തേഡ് ഈസ് അക്യുറേറ്റ് വെൻ ദ പാറ്റേൺ കൺസിസ്റ്റ് ഓൺലി വൺ മെയിൻ ലോബ്. ഒരൊറ്റ മെയിൻ ലോബ് മാത്രം, മേജർ ലോബ് മാത്രമേ ഉള്ളെങ്കിൽ ആണ് നമുക്ക് ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കറിയാം, ആസ് ദ ഫീൽഡ് വാരീസ് വിത്ത് ബോത്ത് തീറ്റ ആൻഡ് ഫൈ, ഡയറക്റ്റിവിറ്റി ഓൾസോ വാരീസ് വിത്ത് തീറ്റ ആൻഡ് ഫൈ. തീറ്റയും ഫൈയും വാരി ചെയ്യുന്നതിനനുസരിച്ച് ഫീൽഡ് വാരി ചെയ്യുന്നുണ്ട്. ദെർഫോർ ഡയറക്റ്റിവിറ്റി ഓൾസോ വാരീസ്. ദാറ്റ് ഈസ് ഡീനെ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം, ഡി തീറ്റ ഫൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഹെൻസ് ദ ടോട്ടൽ ഡയറക്റ്റിവിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡി ടി ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡി ബൈ ഡോ ഫൈ. അതായത് എന്താണ്, പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഡയറക്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു സിംഗിൾ മെയിൻ ലോബ് അല്ലാത്ത കേസിൽ ഒക്കെ നമുക്ക് എങ്ങനെ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ഡയറക്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ ടോട്ടൽ ഡയറക്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി ടി ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡി ബൈ ഡോ ഫൈ ആണ്. ഹിയർ ഡി ക്യാപിറ്റൽ ഡി തീറ്റ എന്ന് പറയുന്നത്, അതായത് ഡയറക്റ്റിവിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് 4π ഇൻറ്റു യു മാക്സ്, ഇവിടെ RI എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള യു ആണ് കേട്ടോ, യു മാക്സ് തീറ്റ ഡിവൈഡ് ബൈ PR ഓഫ് തീറ്റ പ്ലസ് PR ഓഫ് ഫൈ. ആൻഡ് D5 എന്ന് പറയുന്നത് 4π ഇൻറ്റു യു മാക്സ്, RI വേണ്ട, യു മാക്സ് ഫൈ ഡിവൈഡ് ബൈ PR തീറ്റ പ്ലസ് PRAD ഫൈ. ഇനി അതിനകത്ത് യു മാക്സ് തീറ്റ, യു മാക്സ് ഫൈ ഒക്കെ എന്താണെന്നുള്ളതാണ്. യു മാക്സ് തീറ്റ എന്ന് പറയുന്നത് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് തീറ്റ ഓർ തീറ്റ കമ്പോണൻറ്റ്. മാക്സിമം യു5 എന്ന് പറയുന്നത്, യു മാക്സ് ഫൈ എന്ന് പറയുന്നത് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ഫൈ കമ്പോണൻറ്റ്. PR തീറ്റ എന്ന് പറയുന്നത് റേഡിയേറ്റഡ് പവർ ഇൻ തീറ്റ ഡയറക്ഷൻ. PR5 എന്ന് പറയുന്നത് റേഡിയേറ്റഡ് പവർ ഇൻ ഫൈ ഡയറക്ഷൻ. ഓക്കെ, PRAD ഓർ PR ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനിൽ 4π ഇൻറ്റു യു മാക്സ് തീറ്റ, അതായത് ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനറലി പഠിച്ചിട്ടുള്ളത് 4π ഇൻറ്റു യു മാക്സ് ഡിവൈഡ് ബൈ PRAD എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ തീറ്റയുടെയും ഫൈയുടെയും ടേംസിൽ പറയുന്ന സമയത്ത് എങ്ങനെ എഴുതണം, 4π ഇൻറ്റു യു മാക്സ് തീറ്റ, തീറ്റയുടെ ടേം ആണെങ്കിൽ യു മാക്സ് തീറ്റ ഡിവൈഡ് ബൈ PRAD എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് കമ്പോണൻസ് വരണം, തീറ്റയുടെ കമ്പോണൻറ്റും വരണം, ഫൈയുടെ കമ്പോണൻറ്റും വരണം. ഓക്കെ, അതുപോലെ തന്നെ D5 എന്ന് പറയുമ്പോൾ 4π ഇൻറ്റു യു മാക്സ് ഫൈ ഡിവൈഡ് ബൈ PR തീറ്റ പ്ലസ് PR ഫൈ ഓർ PRAD തീറ്റ പ്ലസ് PRAD ഫൈ, ഏത് ടേം വേണമെങ്കിലും യൂസ് ചെയ്യാം. PRും ഇവിടെ ഒരു PRADയും കാണിച്ചിട്ടുണ്ട്, രണ്ടും സെയിം ആണ്. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ PRAD എന്ന് എഴുതിക്കോളൂ. Then the pattern in elevation plane is obtained by varying theta over, നമുക്കറിയാലോ എലിവേഷൻ പ്ലെയിനിലാവുമ്പോൾ തീറ്റ വാരി ചെയ്യണം. മറ്റത് അസിമുത്തൽ ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. തീറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ് ഫോർ ഫിക്സഡ് ഫൈ. ആൻഡ് ദ പാറ്റേൺ
in azimuthal plane is obtained by varying phi over 0 to 2 pi for a fixed value of theta. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിൽ ഹാഫ് പവർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീറ്റ എച്ച് പിയും ഫൈ എച്ച് പിയും കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തിരുന്നില്ലേ, അതേ സംഭവം തന്നെയാണ് അവിടെ നമ്മൾ ചെയ്തിരുന്നു. തീറ്റ എച്ച് പി കണ്ടുപിടിക്കണമെങ്കിൽ ഫൈനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഫൈ എച്ച് പി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു, തീറ്റേനെ ഫിക്സ് ചെയ്യുന്നു, ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൻറ്റിന മെഷർമെൻറ്റ്സ് വരുന്നത്. നമ്മൾ ഇതൊക്കെ പഠിച്ചു, റേഡിയേഷൻ പാറ്റേൺ മെഷർമെൻറ്റ് പഠിച്ചു, ഗെയിന്, ഡയറക്റ്റിവിറ്റി ആൻഡ് റേഡിയേഷൻ റെസിസ്റ്റൻസ്. ഇത്രയും 4 പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ.